എനിക്ക് പെൻഷൻ വേണം. സുജാതാൻറ്റി ഈ അടുത്ത് നമ്മുടെ സ്റ്റാർ സിംഗറിൽ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോഴും സുജാതാൻറ്റി അതും ഇങ്ങനെ പറഞ്ഞു, എന്നെ കരയിച്ച ആളാണ്. പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ പൂമിഴികൾ പൂട്ടി വെള്ളി നീ ഉറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളെ. ഈ പാട്ട് ആക്ച്വലി പാടിയപ്പോൾ സുജാതാൻറ്റി കരഞ്ഞു. എന്നുവെച്ചാൽ 10 വയസ്സുള്ള ഒരു കുട്ടി ഇത്രയും ഫീലോടെ പാടണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും എനിക്ക് ഭയങ്കര ഒരു അതിന്റെ ഇത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിപ്പോഴും അതിന്റെ കമന്റ് പറയുന്നത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടുന്ന ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട്. മാം ഇപ്പോഴും സുജാതാൻറ്റി ഈ അടുത്ത് നമ്മുടെ സ്റ്റാർ സിംഗറിൽ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോഴും സുജാതാൻറ്റി അതും ഇങ്ങനെ പറഞ്ഞു, എന്നെ കരയിച്ച ആളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ഒരു ഓർമ്മയിൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ സോങ് ഉണ്ട്. അപ്പൊ അതൊക്കെ. നിങ്ങൾ എത്ര പേരാണ് ഇപ്പൊ ടീച്ചറായിട്ട് അതിലുള്ളത്? ഞങ്ങൾ 10 പേര് ടീച്ചേഴ്സ് ആയിട്ടുണ്ട് സ്റ്റാർ സിംഗറിൽ. ഗുരുകുലം കോൺവെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റാണ്. അപ്പൊ അതിലെ ഗുരുകുലത്തിലെ ടീച്ചറാണ് ഞാൻ. ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ സിത്താരേച്ചിയാണ്. ഞങ്ങളുടെ ടീമിന്റെ പ്രിൻസിപ്പള് ഷെരീഫ്ക്കാണ്, കണ്ണൂർ ഷെരീഫ്ക്കാണ്. അപ്പോൾ അങ്ങനെ ഷെരീഫ്ക്കാരുടെ കൂടെ നിങ്ങൾ പാട്ട് പാടിയിട്ടുണ്ടല്ലോ? ഉണ്ട്. ഒരുപാട് ഷോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേജ് ഷോയിലൊക്കെ പോകാറില്ലേ? ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഭയങ്കര രസമാണ്. കാരണം സ്പെഷ്യലി ഇപ്പം നമ്മൾ ആക്റ്റീവായി നിൽക്കുകയാണല്ലോ ചാനൽസിൽ. അപ്പം അവർക്ക് അതിൻ്റെ ഒരുപാട് അന്വേഷണങ്ങളും എന്താ പറയുക വിശേഷങ്ങളും അറിയാനുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ ടീച്ചേഴ്സ് ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും അതിൻ്റെ ഒരു സീരിയസ്നെസ്സും ഉണ്ട് ആൾക്കാർക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്. ബട്ട് കുറച്ചും കൂടി ഇപ്പം എനിക്ക് തോന്നുന്നു ടീച്ചറായതിനു ശേഷം കുറച്ചും കൂടി ഇത് കൂടി പെർഫെക്ഷനൊക്കെ കുറച്ചും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം സാധാ പോലെ പാടിയിട്ട് വരാൻ പറ്റില്ല, ഫുൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാടണം. അപ്പം അവരെത്ര നന്നായി പാടുന്നു എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അതായത് നമ്മൾ ട്രെയിൻ ചെയ്ത കുട്ടികളാണ്. അപ്പം അവർ നന്നായി പാടിയാൽ നമുക്ക് സന്തോഷം. അവർക്ക് ചെറിയ എന്തെങ്കിലും പിഴവ് വന്നു കഴിഞ്ഞാൽ നമുക്കാണ് സങ്കടം. അതിപ്പം ലൈക്ക് ഒരു കുട്ടി പാടുമ്പോൾ അവരുടെ പേരൻസ് എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുണ്ടോ അതേ ടെൻഷൻ നമുക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ കുട്ടിയാണല്ലോ ഇവിടെ നിന്ന് പാടുന്നത്. ഇന്നൊരു കുട്ടി നിന്ന് പാടുമ്പോ അന്നത്തെ ആ ഒരു ഓർമ്മയിലേക്ക് പോയിട്ടുണ്ട്. അയ്യോ, എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കോട് ആ സമയത്തൊക്കെ ഞാൻ എങ്ങനെ ആ സ്റ്റേജിലൊക്കെ നിന്ന് ടെൻഷനൊന്നും ഇല്ലാതെ പാടി ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ടെൻഷനാണ്. പിള്ളേര് പാടുമ്പോൾ ഉള്ളൊരു ടെൻഷൻ്റെ അല്ല, അതായത് നമ്മളൊരു ചിലപ്പോൾ ആ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെയാണ് അത്. നമ്മൾ പാടുന്നു, നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം, അതൊക്കെയാണ്. അതൊരു പ്രഷറായിട്ടോ അങ്ങനെ അത് വേറൊരു ഫീലിംഗ് ആണ്. ടെൻഷന് നമ്മളിങ്ങനെ സാധൂകരിച്ച് പറയാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്നു, ലൈറ്റ്സ് വരുന്നു, പാട്ട് പെർഫെക്റ്റ് ആയിട്ട് പാടണം, പിച്ച് കറക്റ്റ് ആയിരിക്കണം, ശ്രുതി പിന്നെ താളം ലിറിക്ക് ഓർത്ത് പാടണം, മുന്നിലൊരാൾ കുറച്ച് ആൾക്കാർ നമ്മൾ ജഡ്ജ് ചെയ്യാനിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ കടത്തി വെട്ടി കുട്ടികൾ പാടുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ വലിയ സ്റ്റാൻഡിങ് ഓവേഷനൊന്നും അല്ല, അവരെ ശരിക്കും നമിക്കണം. തീർച്ചയായിട്ടും ഭയങ്കര ഒരു ടഫ് ടാസ്ക് തന്നെയാണ്. പക്ഷെ ഒരുപാട് പേരല്ലേ വന്നത്, ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും സ്റ്റാർ സിംഗറിൽ പാടാൻ വേണ്ടി വരുന്നു. എത്ര വർഷമായിട്ട് സ്റ്റാർ സിംഗർ നിലനിൽക്കുന്നു. ഇന്നും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് സ്റ്റാർ സിംഗർ. അതെ. അതിൽ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ള ഞങ്ങളുടെ ഷോൻ്റെ ഡയറക്ടർ സർഗോ സാറാണ്. കുട്ടികൾ നന്നായിട്ട് പാടുന്ന സമയത്ത് നമുക്കാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. അപ്പം അതിന് ശേഷമാണ് മൈലാഞ്ചി സീസൺ 7 ജഡ്ജായിട്ട് എനിക്ക് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പെൻഷൻ വേണം. അപ്പോൾ ഏഷ്യാനെറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഏഷ്യാനെറ്റിൽ മൈലാഞ്ചി സീസൺ 7 ജഡ്ജായിട്ടിരിക്കാൻ പറ്റി. ഇതൊക്കെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ചേട്ടാ എനിക്കിത് നാളെ ഒരു സമയത്ത് യൂട്യൂബിൽ എനിക്ക് പെൻഷൻ വേണം ഏഷ്യാനെറ്റിൽ നിന്നും പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിൽ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയരുത്. ഏഷ്യാനെറ്റിൽ ആൾക്കാർ വിളിക്കാറും കിഷൻ സാറ് സർഗോ സാറ് വിളിക്കും, നിനക്ക് പെൻഷൻ വേണമല്ലേ. അല്ല അങ്ങനെ. അപ്പൊ അത് ശരിക്കും അതല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പം ഷെരീഫ് ഖാന് ഉണ്ടായിരുന്നു,
സിന്ധു ചേച്ചി ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു മൂന്നാമതൊരാളായിട്ട് ഇരിക്കാൻ പറ്റുക, ഗ്രൂമിങ് ജഡ്ജായിട്ട് എന്ന് പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അഫ്രീനായിരുന്നു. അപ്പോൾ ആ ലാസ്റ്റ് സീസണിൽ അതിൽ ജഡ്ജായിട്ട് ഇരിക്കാനും പറ്റി. അതൊരു വലിയ സന്തോഷം. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മ്യൂസിക്കാണ്. അപ്പം ആ മ്യൂസിക്കിൽ കള്ളമില്ല എന്നാണ്. അപ്പം അതങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നു. നമുക്കൊരു പാട്ടിലേക്ക് പോവാം. നീ കവിതകളാ കനവുകളാ കയവിരിയേ நான் நிகழ்வதுவாய் கடந்ததுவாய் பதில் மொழியே உன்னோடு நெஞ்சம் உறவாடும் வேளை தண்ணீர் கமலம் தானா முகம் காட்டு நீ முழுவின் பனி ஓடாத நீ ஏழையே இதழோரமாய் சிறு புன்னகை நீ காத்தடி ஏமுலையே நீ கவிதைகளா கனவுகளா കയവിരിയേ. അടിപൊളി. ഈ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ എങ്ങനെ മലയാളം ഇത്ര കറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്? കൊറേ കാലമായല്ലോ. കൊറേ കാലം കണ്ണൂർ എത്തിക്കഴിഞ്ഞാ തനി കണ്ണൂരിൽ സംസാരിച്ചോ? നമുക്കൊന്ന് നോക്കാലോ എങ്ങനെയാണെന്ന്. വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അമ്മമ്മ, അങ്ങനെ ഞാൻ, നമ്മളൊരു 3 പേരുടെ ഒരു ലോകമാണ്. കുഴപ്പമില്ല. കണ്ണൂരിൽ നിന്ന് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് സ്റ്റാർ സിംഗറിന്റെ ഭാഗമായിട്ടാണ് എറണാകുളത്ത് വരുന്നത്. അതെ. എന്തായാലും കണ്ണൂർ ഭാഷയിൽ സംസാരിക്കൂല? കണ്ണൂർ ഭാഷ എന്തെങ്കിലും ചോദിക്കുക, എന്തെങ്കിലും ചോദിക്കുക, അന്നേരം ഞാൻ പറയും. ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ പറയുമ്പോ കണ്ണൂർ ഭാഷയിൽ സംസാരിക്കും. കണ്ണൂര് ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല നല്ല സ്ഥലമുള്ളൊരു അടുത്താണ് എൻ്റെ വീട്. അപ്പം അവിടെ കുറേ മാടായിപ്പാറ, ചെമ്പലിക്കുണ്ട്, ഏഴിമല പൂജോല, അതൊക്കെ ഏഴിമല, അങ്ങനെ കുറേ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് എൻ്റെ വീട് കണ്ണൂര്. അപ്പം ആടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കാം, ഒരുപാട് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കാണാം. എന്നാലും ഒരാളെ ഇഷ്ടം ഉണ്ടാവൂലേ മനസ്സിൻ്റെ ഉള്ളിൽ? ഒരു ഇന്ന ആളുടെ കൂടെ പാടണമായിരുന്നു എന്നൊക്കെ തോന്നൂലേ? അയ്യോ, അങ്ങനെയൊന്നും പറയില്ല. എല്ലാ മ്യൂസീഷ്യൻ ഓരോരോ പാട്ടുകളാണ്. അതും ഇന്ന പാട്ടാണ് ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്ന് പറയാൻ പറ്റില്ല. ഓരോരോ ദിവസമെല്ലാം ചിലപ്പോൾ മാറിപ്പോകും. അതായത് ഒരു ആഴ്ചത്തേക്ക് ഒരു പാട്ട്, അതിങ്ങനെ റിപ്പീറ്റഡ്ലി കേട്ടോണ്ടിരിക്കും, പിന്നെ അത് മടുക്കും. എന്താണ് ആഗ്രഹം ഉള്ളിൽ? ഇതുപോലെയൊക്കെ എന്താ പറയുക, ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പാട്ടുകൾ പാടണം. നമ്മുടെ സൗണ്ട് കേൾക്കുമ്പം ആൾക്കാർ നമ്മളെ സൗണ്ട് കേട്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നില്ലേ, അത് നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരല്ലാതെ അപ്പോൾ അതായത് അങ്ങനെ അതിന് ഒരുപാട് പാട്ടുകൾ പാടണം. എന്നാലാണ് നമ്മളിപ്പോൾ സിത്താരേച്ചിൻ്റെ ഒക്കെ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ സിത്താരയുടെ പാട്ടല്ലേ സിത്താര, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കുറെ പാട്ട് പാടണം അതിന്. എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വന്നത്? ആരാണ് ഗുരു? എന്നെ ഇപ്പോൾ ചാനലിൽ ഇപ്പോൾ സ്റ്റാർ സിംഗറിലൊക്കെ ഞാൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ മെൻറ്റർ, എൻ്റെ ബിഗ് ബ്രദർ എല്ലാം സർഗോ സാറാണ് എന്നെ ഈ ഒരു ഷോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു എനിക്ക് പ്രൂവ് ചെയ്യണമല്ലോ, എന്നെ വിളിച്ചത് വെറുതെ ആയില്ല എന്നുള്ളത്. അപ്പോൾ അത് എന്താ പറയുക, സാറിന് എന്നിലുള്ളൊരു വിശ്വാസമാണ് ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പം അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ എനിക്ക് ഒരു ഗോ ടു പേഴ്സണാണ് സാറിൻ്റെ വൈഫിനെ ഞാൻ പാട്ട് പഠിപ്പിച്ചിട്ടാണ് സാറിന് എന്നെ പിന്നെ ഓക്കെ ആഷിമ പാടും അറിയാം, പഠിപ്പിക്കാനുള്ളൊരു ഇതും സ്കില്ലും കൂടെ ഉണ്ട് എന്നുള്ളത് സാർ അറിയുന്നത് രമ്യ ചേച്ചിയിലൂടെയാണ്, സാറിൻ്റെ വൈഫിലൂടെയാണ്. അപ്പം എൻ്റെ ലൈഫിൽ അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത്, ഒരുപാട് ബെസ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ട്.
അവരെല്ലാവരുടെയും ഒരു ഇത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇപ്പം എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 2008 മഞ്ച സ്റ്റാർ സിംഗറിലൂടെ കടന്നു വന്ന് ആ കൊച്ചുമിടുക്കി ഇന്ന് വലുതായി അതേ ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗറിലെ ടീച്ചിങ് സെക്ഷനിലേക്ക് വന്നേക്കാം. ഇപ്പോൾ 2 സീസണിലായിട്ട് അതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും. അതുപോലെ ഇനിയും ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളതുപോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? സിംഗേഴ്സിനോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമയമുണ്ട്. ആ ഒരു സമയം എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്ന് കരുതി ആ സമയം വരുമ്പോൾ ഞാൻ വർക്ക് ചെയ്യാന്നുള്ളതല്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയം വരുമ്പോൾ നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു വിളക്കിനെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി വെക്കണം. എപ്പോഴാണ് കത്തിക്കേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്തേക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ കോൾഡാണ്, സൗണ്ട് പാടാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഇതിന് ഇടവരുത്താതെ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും പാട്ട്, നിങ്ങളൊരു മ്യൂസീഷ്യനാണ്, നിങ്ങളുടെ പാഷനാണ് മ്യൂസിക്, നിങ്ങൾക്കത് പ്രൊഫഷനായിട്ട് എടുക്കണം, നിങ്ങളുടെ പാട്ടിൽ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്കൊരു പാട്ട് പാടി അവസാനിപ്പിക്കാം. കാറ്റേ മഴയായി പാടൂ കാറ്റേ കടലേ, കാറ്റേ മഴയായി പാടൂ കാറ്റേ കടലേ, കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണി ശംഖുക്കളായി, കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. താങ്ക് യു. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ESP മീഡിയ ഫോർ ഇൻവൈറ്റിംഗ് മീ. ഈ ഒരു ഇൻ്റർവ്യൂവിന് എന്നെ കൂടി ഭാഗമാക്കിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഇബ്രു ചേട്ടാ. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും അശ്മയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു.